ഹായ്, എയ്സൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ പല റിലേഷൻഷിപ്പിൽ കാണാറുണ്ട്, സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതായത് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ആളോട് ഭയങ്കര സ്നേഹമായിരിക്കാം, റിലേഷൻഷിപ്പിനോട് തന്നെ ഭയങ്കര ഒരു താല്പര്യം തോന്നുക. പക്ഷെ കുറേ കഴിയുമ്പോൾ അത് നഷ്ടമാവാറുണ്ട്. മിക്ക റിലേഷൻഷിപ്പിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടാത്തത്, പകുതിയിൽ വെച്ച് അത് അവസാനിക്കുന്നത് എന്നുള്ള ആ ഒരു ഡൗട്ട്, ആ ഒരു സംശയം. സോ അതിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് പകുതി വെച്ച് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതില്ല, ഇതിനുള്ള ഒരു ആൻസർ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വല്ലാത്തൊരു ത്രില്ല് ഉണ്ടാവും. അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, മേ ബി നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരാളെ പ്രണയിച്ചു, അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായി എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ വല്ലാത്തൊരു ഇഷ്ടവും ആകാംക്ഷയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു കൂടുതൽ സ്നേഹം കൊടുക്കാനും സ്നേഹം കിട്ടാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയും അങ്ങനെ എന്തൊക്കെയോ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് കോൾ ചെയ്ത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പം നമ്മൾ കുറേ സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്നേഹം എന്താണ്, പ്രണയം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് നഷ്ടമായി, ക്യൂരിയോസിറ്റി നഷ്ടമാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് മാറ്റാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയരുത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് A to Z കാര്യങ്ങൾ അവർ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് അറിയാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അവരൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. വിളിക്കുമ്പോൾ വലിയ രീതിയിൽ സംസാരിക്കാൻ ടോപ്പിക്കുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ നേരം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം സംസാരിച്ചാൽ മതി. ആ സംസാരിക്കുന്ന സമയം അത്രയും നല്ലൊരു ക്വാളിറ്റി ടൈം ആയിരിക്കണം. ക്വാണ്ടിറ്റി ടൈം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ക്വാളിറ്റി ടൈം ആയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടമാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, മിഷൻ കംപ്ലീറ്റ് ആയി. അതായത് പലരും സ്നേഹിക്കുന്നത്, കുറേ പേര് കേട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് അവളെ അല്ലെങ്കിൽ അവനെ ഒന്ന് വീഴ്ത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. ആള് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബെറ്റൊക്കെ വെക്കാറില്ലേ, ഞാൻ അവളെ വീട്ടിൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ രീതിയിൽ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പൊ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ക്യൂരിയോസിറ്റി ആളെ വീഴ്ത്തുന്ന ഒരു ടൈം വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ആ വീഴുന്ന ആളുണ്ടല്ലോ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ആവില്ല. അവർക്ക് അറിയില്ല ആളിങ്ങനെ ഒരു ബെറ്റ് വെച്ചിട്ടാണ് നമ്മളെ സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആളിഷ്ടമെന്ന് പറയുമ്പോൾ ഉള്ളിൽ പ്രണയം വന്നതുകൊണ്ടായിരിക്കും പറയണ്ടാവുക. പക്ഷേ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇയാളുടെ ഒരു ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നെയാണ്, ജസ്റ്റ് ഒരു അറ്റൻഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ആള് ഓക്കെ ആണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും പിന്നീട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇമ്മെച്യൂരിറ്റിയാണ്. അതായത് റിയൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് പലർക്കും. ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അതായത് മാനസികപരമായിട്ട് അടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ചില ആളുകൾക്ക് അത് ഓക്കെ ആവില്ല. അതായത് ഇപ്പൊ ചെറിയൊരു ഫ്രണ്ട് സർക്കിളുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ കഴിയാത്ത ആളുകളാണ്. അതേപോലെ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്ത, അധികം സംസാരിക്കാത്ത ആളുകളുണ്ടായിരിക്കും. ഇവർക്കൊക്കെ പുതിയൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇമോഷണലി അടുക്കാൻ ടൈം എടുക്കും എന്നുള്ളതാണ്. അവർ ഇമോഷണൽ ഇൻറ്റിമസി വന്നിട്ടുണ്ടാവില്ല, വരാൻ കുറച്ച് സമയമെടുക്കും. അത് ചില ആളുകളുടെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വരാനുള്ള സാധ്യത, മീൻസ് ഇമോഷണൽ ഇൻറ്റിമസി കൂടുതലാവാനുള്ള ഒരു സമയം ഒത്തിരി എടുക്കാറുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ഓക്കെ ആവില്ല. കാരണം ആള് ഭയങ്കര റിലേഷൻഷിപ്പിൽ ഓക്കെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കേണ്ടാവുക. പക്ഷെ ഇവർക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഈ റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പാർട്ട്ണർ ഇത്തരത്തിൽ ഇമോഷണൽ ഇൻറ്റിമസി ആ ഒരു കാര്യത്തിൽ, അതായത് ഇമോഷണൽ ഇൻറ്റിമസി ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ ആൾക്ക് മികവ് പുലർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും
അവിടെയും റിലേഷൻഷിപ്പിലുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ക്ലോസ് ആവുന്ന സമയത്ത് പലർക്കും ഒരു പേടി ഉണ്ടാവും, അതായത് ആളെ നഷ്ടമാകുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇഷ്ടം ഉണ്ടാകും, പക്ഷെ നമ്മൾ പറയില്ലേ പോകെ പോകെയാണ് നമുക്ക് ഇഷ്ടം കൂടുക എന്നുള്ളത്. പോകെ പോകെ നമുക്ക് പേടിയും വരും, ആളെ നഷ്ടമാകുമോ എന്നൊരു പേടി വരും. അപ്പൊ അതന്നെ ഇവിടെ സംഭവം. ഭയങ്കരമായിട്ട് ആളോട് ക്ലോസ് ആവുമ്പോൾ, ഇഷ്ടം കൂടുതലാവുമ്പോൾ, അതായത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുമ്പോൾ, പൊസസീവ്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പേടി വരും. ആളെ എനിക്ക് നഷ്ടമാവോ, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെന്നെ ഇട്ടിട്ട് പോകുമോ, വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോവുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ക്ലോസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ് സംഭവം തന്നെ കേട്ടോ. ക്ലോസ് ആവാൻ കഴിയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നഷ്ടമാകുമോ എന്നുള്ള പേടിയാണ്. കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. അതായത് അവർക്ക് സ്നേഹിക്കാൻ അറിയാം, സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുപാട് അടുക്കാൻ പേടിയാം. മേ ബി അത് അവർക്ക് പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരാള് നമ്മളെ ചതിച്ചു വഞ്ചിച്ചു എന്നുള്ള ചിന്തകളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും നമുക്ക് പുതിയൊരാളോട് ഇപ്പൊ ഇഷ്ടമായാൽ തന്നെ ഭയങ്കര ക്ലോസ് ആവാൻ പേടിയാവും. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ക്ലോസ് ആവാൻ കഴിയില്ല, ഒരു പേടി ഉണ്ടാവും. സോ അങ്ങനെ ആവുമ്പോഴും റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ലവ് അല്ല അട്രാക്ഷൻ മാത്രമാണെങ്കിൽ, ഇതാണ് കൂടുതലും ആവാനുള്ള സാധ്യത മിക്ക റിലേഷൻഷിപ്പിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു ടോട്ടൽ അപ്പിയറൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ആളെ പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ആളോട് ചിലപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രണയമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ്. ആളുടെ ആ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ അടുത്ത്, അല്ലെങ്കിൽ ആളെ കാണുമ്പോൾ ആ ഒരു ടോട്ടൽ അപ്പിയറൻസിൽ വന്നിട്ടുള്ള ഒരു അട്രാക്ഷൻ, അതുകൊണ്ട് മാത്രം നമുക്ക് ആളെ ഒന്ന് ഇഷ്ടം തോന്നിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരു പ്രണയം ആണ് എന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നിയിട്ടുണ്ടാവുക. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ് നഷ്ടമാവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു അത് എന്നുള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആരുടെയും തെറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് ഒരാളെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക പ്രണയം തന്നെയാണ് എന്നുള്ളതാ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്നറിയോ, നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം തന്നെ ആളോട് എപ്പോഴും ഉണ്ട്, 1-2 മാസമൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ആ ഒരാളോട് ആ ഇഷ്ടം തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്യുക. അങ്ങനെയല്ല, ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ആളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, എന്നിട്ട് ഒരാഴ്ച നിങ്ങൾ ആളെ കാണാതിരിക്കുമ്പോൾ അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം ഇങ്ങനെ നഷ്ടമാവും. ആളെ കാണണം എന്നുള്ള ആഗ്രഹമൊന്നും വല്ലാണ്ട് തോന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ദിവസം കണ്ടിട്ട് പിന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും കാണണം എന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ശരിക്കുള്ള ഇഷ്ടമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പോയി പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയില്ലല്ലോ. ജസ്റ്റ് ഒരു അട്രാക്ഷൻ ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും. അപ്പൊ അങ്ങനെയും കുറെ പേർക്ക് ഇങ്ങനെ താല്പര്യമൊക്കെ നഷ്ടമാവാം. അപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെയാണ് സാധാരണ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നതിന്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല, ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.